ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിൽ കളിക്കാനെത്തുമെന്നും തീയതി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കുമെന്നും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആന്റോ അഗസ്റ്റിൻ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തീയതി അറിയിച്ചാൽ പണം നൽകുമെന്നും ആന്റോ പറഞ്ഞു. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ആന്റോ അഗസ്റ്റിൻ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനായിട്ടാണ് കരാർ വച്ചിരിക്കുന്നത്. അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എഗ്രിമെന്റ് വ്യവസ്ഥകൾ പൂർത്തിയാക്കി വരികയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് ഡേറ്റ് തരേണ്ടത്. അത് ഇതുവരെ ഡേറ്റ് ഫൈനൽ ആയിട്ടില്ല. അതിനുശേഷമേ പണം അടയ്ക്കേണ്ടതുള്ളൂ. സ്റ്റേഡിയം, ഹോട്ടൽ തുടങ്ങിയ സൗകര്യം വേണം. അത് ചെയ്യേണ്ടത് സർക്കാരാണ്. അവരത് ഒരുക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. മന്ത്രി അബ്ദുറഹ്മാൻ എടുത്ത പ്രയത്നം വളരെ വലുതാണ്. 6 മാസമായി കരാർ ഒപ്പിട്ടിട്ട് 45 ഡേയ്സിനുള്ളിൽ പണം കൊടുക്കണം എന്നില്ലെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു. ഷെഡ്യൂൾ തന്നാലേ പണം അടയ്ക്കാൻ പറ്റൂ. ഫിഫ നിലവാരമുള്ള സ്റ്റേഡിയം വേണം. അതില്ല എന്നത് പ്രശ്നമാണ്. കത്ത് കൊടുത്തിട്ടുണ്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഡേറ്റ് ആകുമ്പോഴേക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞുവെന്ന് ആന്റോ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ മെസ്സി കേരളത്തിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും തടസ്സങ്ങളില്ലെന്നും നടപടികൾ പുരോഗമിക്കുകയാണെന്നും ആന്റോ അഗസ്റ്റിൻ അറിയിച്ചു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാർ മുന്നോട്ട് വച്ചത്. നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ മെസ്സി വരുമെന്നാണ് പ്രതീക്ഷ. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും റിപ്പോർട്ടർ ഒരുക്കിയിട്ടുണ്ട്. അർജന്റീന മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ച ശേഷം AFIയെ അറിയിക്കുകയാണ് വേണ്ടത്. ശേഷം തീയതി അനുവദിച്ചു തരും. 2 ഘട്ടങ്ങളിലായി ഒക്ടോബർ 6 മുതൽ 14 വരെയും 10 മുതൽ 18 വരെയുമാണ് ഫിഫ അനുവദിച്ചു നൽകിയ ഇന്റർനാഷണൽ ബ്രേക്ക്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ, RBI, വിദേശകാര്യ മന്ത്രാലയം, ധനമന്ത്രാലയം എന്നിവരുടെ അനുമതി ഇതിനോടകം തന്നെ ലഭിച്ചു. നിലവിലെ നടപടികൾ കഴിഞ്ഞ ശേഷമായിരിക്കും പണം അടയ്ക്കേണ്ട തീയതി നിർദ്ദേശിക്കുക. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. മെസ്സി വരില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. നമുക്ക് അനുവദിച്ച ദിവസങ്ങൾ ഒഴിച്ച് അവർക്ക് മറ്റു രാജ്യങ്ങളിൽ കളിക്കാം. മെസ്സി വരുന്നത് സംബന്ധിച്ച് AFI ആണ് പ്രഖ്യാപിക്കേണ്ടത്, ആന്റോ പറഞ്ഞു. അർജന്റീൻ ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ എതിർ ടീമായി റാങ്കിംഗ് 50-ന് താഴെയുള്ള ടീമിനെ കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. അവരുമായും ചർച്ച നടക്കുകയാണ്. സർക്കാരും റിപ്പോർട്ടറും ചെയ്യേണ്ട കാര്യങ്ങൾ ഇരുവരുടെയും ഭാഗത്തു നിന്ന് പുരോഗമിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കളിക്കുന്നില്ലെന്ന് ടീം തീരുമാനിച്ചാൽ ഒന്നും ചെയ്യാനാകില്ല. ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കരുത്. മീഡിയ ഹൗസ് എന്ന നിലയ്ക്കല്ല കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. മെസ്സി വന്നാൽ കേരളത്തിലെ കായിക മേഖലയ്ക്ക് ഉണ്ടായേക്കാവുന്ന മാറ്റം ചെറുതായിരിക്കില്ല. എന്നാൽ മെസ്സി വരില്ലെന്ന് പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. മെസ്സി വരില്ലെന്ന തരത്തിൽ വാർത്ത പൊട്ടിപ്പുറപ്പെട്ടതിന്റെ ഉറവിടം അറിയില്ല. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന നിലയിലായിരിക്കാം വാർത്ത വന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയുണ്ട്. ഇത് രാവിലെയും AFIയുമായി ബന്ധപ്പെട്ടിരുന്നു. പോസിറ്റീവ് പ്രതികരണമാണ് ഉണ്ടായത്. സർക്കാരിന്റെ പിന്തുണ വേണം. റിപ്പോർട്ടർ TV ചെയ്യേണ്ടതെല്ലാം ചെയ്യാം. സർക്കാരാണ് ഇടനിലക്കാർ. അവരാണ് ഫുട്ബോൾ അസോസിയേഷനെ ക്ഷണിച്ചത്. വലിയ തുക ചെലവാക്കിയുള്ള കാര്യമാണ്. വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാനുള്ള ഏജൻസിയായി റിപ്പോർട്ടർ TV നിൽക്കുമെന്ന് ആന്റോ അറിയിച്ചു.